അസ്സലാമലൈക്കും, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കഞ്ഞിവെള്ളക്കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം എന്തായാലും നമ്മൾ വെറുതെ വീസിൽ കളയായിരിക്കും എല്ലാവരും. അപ്പോൾ ഇതുപോലെ ലൂസായിട്ടുള്ള ഇതേ രൂപത്തിൽ വേണം നമുക്ക് കഞ്ഞിവെള്ളം കിട്ടാൻ. കട്ടിയുള്ളത് വേണ്ട, കൊഴുപ്പുള്ളത് വേണ്ട. കൊഴുപ്പുള്ളതാണെങ്കിൽ അത് എന്ത് ചെയ്യും, പെട്ടെന്ന് തിക്കാവും ഇരുന്നിട്ട്. ഇനി കൊഴുപ്പുള്ളതാണെങ്കിൽ തുള്ളി വെള്ളം ഒഴിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ച് പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് ഒരു 6 ചുവന്നുള്ളി കൊള്ളിയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടാവും. അതൊന്ന് വറുത്ത് ഇത് നമ്മുടെ കറിക്കൊക്കെ വറവിടില്ല, ആ ഒരു പരിവാകുമ്പോൾ 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. പച്ചമുളക് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് കറിവേപ്പില അങ്ങനെ പിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ഒഴിച്ചെടുത്തും അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്. ഇട്ടതിന് ശേഷം പിന്നെയും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്യുക. കറി റെഡി, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ ലൂസിൽ തന്നെ എടുത്ത കറി എപ്പോഴും എത്ര ടൈം കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ലൂസായിട്ടിരിക്കും. നമ്മളല്ലേ കൊഴുപ്പുള്ളത് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കട്ടിയാവും, കറി ഇരുന്നിട്ട് കട്ടിയാവും. അതിനാണ്. അപ്പോൾ കൊഴുപ്പുള്ളത് നിങ്ങളുടെ കയ്യിലാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതേപോലെ ലൂസാക്കിയാൽ മതി. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ ഈ കറി. ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ ഓംലെറ്റ് ഉണ്ടായ സൂപ്പറാണ്. ഇന്നത്തെ വ്ളോഗിൽ ചെയ്തിട്ടുണ്ട് കഞ്ഞി വെള്ളത്തിൽ ചീരത്തടുപ്പ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ. നമ്മുടെ ചീരല്ലേ അത് കഞ്ഞി വെള്ളത്തിൽ തളിച്ചത്. അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.